നേപ്പാൾ സ്വപ്നം കണ്ടിരുന്ന കോൺഗ്രസ്, ലഡാക്കിൽ കൈയടിച്ച കോൺഗ്രസ്, പക്ഷേ പണി കിട്ടിയത് കർണാടകയിലാണ്. കർണാടകയിലെ സർക്കാരിനെതിരെ അവിടുത്തെ യുവാക്കൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തെരുവിൽ പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്. ഇത് രാഹുൽ ഗാന്ധി അറിഞ്ഞോ? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, ബൂമറാങ് ചെയ്തു, ഇതുപോലൊക്കെ പറയാം. അദ്ദേഹം വോട്ട് ചോരി പ്രക്ഷോഭം അങ്ങോട്ട് കോടുംപുരി കൊണ്ട് ബീഹാറിൽ ഒരു ചുക്കും സംഭവിച്ചില്ല. ഹൈഡ്രജൻ ബോംബെന്ന് പറഞ്ഞു, ന്യൂക്ലിയർ ബോംബെന്ന് പറഞ്ഞു, ആറ്റം ബോംബെന്ന് പറഞ്ഞു. ബോംബൊന്നും പൊട്ടിയില്ല. പൂത്തിരി കത്തിയതിൻ്റെ പോലും ഇഫക്റ്റ് ഉണ്ടായില്ല. അതേസമയം കർണാടകത്തിലെ ധാർവാദിൽ കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ IT ജോലിക്കാർ ഇടം തേടിപ്പോകുന്ന സിലിക്കോൺ വാലി എന്ന് പറയുന്നത് ഹൈദരാബാദ് ആണെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ജോലികൾ, ഏറ്റവും കൂടുതൽ കമ്പനികളുടെ വർക്ക് സ്റ്റുഡിയോസും ഉള്ള പ്രദേശമാണ് കർണാടകം. ബാംഗ്ലൂരിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും. ആ സ്ഥലത്ത് അതിൻ്റെ ധാർവാദ് എന്ന് പറയുന്ന ആ പ്രദേശത്ത് വ്യവസായശാലകളുമൊക്കെ ധാരാളമായിട്ടുള്ള ആ പ്രദേശത്ത് വിദ്യാർത്ഥികൾ നടത്തിയ പ്രകടനം ഹിന്ദു പത്രത്തിൽ അതിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. ആ പ്രകടനം ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ വലതുപക്ഷ ചിന്താഗതിക്കാർ നടത്തിയ 100,000-ഓളം പേർ പങ്കെടുത്ത ബ്രിട്ടൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രകടനത്തോളം ശക്തവും ജനസമുദ്രവുമായിരുന്നു. അവിടെ വിദ്യാർത്ഥികൾ നടത്തിയത് സാഗരഗർജനമായിരുന്നു. അതായത് നിങ്ങൾ ഈ വോട്ട് ചോരി എന്ന് പറയുന്ന അപ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നു. നിങ്ങളെ സ്കൂളുകളിൽ ഹിജാബ് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, നിങ്ങൾ പറഞ്ഞു തൊഴിലില്ലായ്മയ്ക്ക്, ഞങ്ങളുടെ തൊഴിലില്ലായ്മയ്ക്ക് വേതനം തരാമെന്ന് പറയുന്നു. ശരി, ഈ തൊഴിലില്ലായ്മയുടെ വേതനം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ആഡംബരമായിട്ട് വൃത്തിയായിട്ട് ഡിഗ്നിറ്റി ഓഫ് ലൈഫായിട്ട് ജീവിക്കണം. അതിന് ഞങ്ങൾക്ക് തൊഴിൽ തരണം. ഇപ്പോൾ അമേരിക്കയും H1B വീസ നിഷേധിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ബ്രിട്ടനിലോട്ട് പോകാൻ പറ്റില്ല. ആസ്ട്രേലിയയിലോട്ട് പോയാൽ നിറം കറുപ്പാണെങ്കിൽ അവർക്ക് വെളുത്തവരെ മാത്രം മതി. ഞങ്ങൾ എവിടെ പോവും? തൊഴിലിന്? ആ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി 4 മണിക്കൂറിലധികം അവിടെ സമരം ചെയ്തു. ശേഷമായിരുന്നു പോലീസിനെ നടപടി എടുക്കാൻ വൻ പ്രകടനമായിരുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ബീഹാറിൽ രാഹുൽ ഗാന്ധി ആവിഷ്കരിക്കാൻ ആഗ്രഹിച്ച ജൻസി പ്രക്ഷോഭം അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ കാണേണ്ടി വന്നു. ഈ അപ്രസക്തമായ മുദ്രാവാക്യം വിളിക്കുക. സർക്കാരിനെതിരെയാണ് മുദ്രാവാക്യം വിളിച്ചത്. ആ സർക്കാരിനെതിരെയുള്ള സിദ്ധരാമയ്യ ഗവൺമെന്റിനെതിരെയാണെങ്കിലും അതിപ്പോ നാളെ മാത്രമല്ല സ്നേഹത്തിന്റെ കടക്കെതിരെ എവിടെ രാഹുൽ ഗാന്ധി പ്രക്ഷോഭം നിങ്ങൾ കാണുന്നില്ലേ? എന്താ നിങ്ങൾ ഇങ്ങോട്ട് വരാത്തത്? നിങ്ങളുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ഈ നാടകങ്ങൾ കളിക്കുന്നത്. എന്തേ മറുപടി പറയാത്തത്? ഇപ്പൊ കർണാടക ജോബ് ഹണ്ട് നടത്തിക്കൊണ്ടിരിക്കുക ഇവർക്ക് തൊഴിൽ കണ്ടെത്താൻ വേണ്ടി. പേടിച്ചാണ് ഈ പ്രക്ഷോഭത്തിൽ ആടി ഉലയുകയാണ് അവിടുത്തെ മന്ത്രിസഭ. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ തൊഴിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ പിരിച്ചുവിട്ടിട്ട് അവരുടെ സ്ഥാനത്തേക്ക് കയറ്റണം. അതിനുള്ള മെറിറ്റ് വേണം. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനല്ല അവിടെ ഇപ്പോൾ സർക്കാർ. ആരാണ് മുഖ്യമന്ത്രി എന്നതിനെ കുറിച്ചുള്ള അടിയാണ്. സിദ്ധരാമയ്യാണോ ശിവകുമാറാണോ ആരാണ് മുഖ്യമന്ത്രി ആകണമെന്ന് ആവശ്യപ്പെട്ട് വൻ അടി നടക്കുകയാണ്. അത് ലിംഗായത്ത് വേണോ വക്കാലത്ത് വേണോ? ഇതാണ്. സന്യാസിമാരെയൊക്കെ കൊണ്ടുവച്ചിട്ടാണ് DK ശിവകുമാർ ബാറ്റ് ചെയ്യുന്നത്. എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ സമയം കഴിഞ്ഞു, ഓവർ ഡ്യൂ ആയി. ഇനി എനിക്ക് തോന്നുന്നു DK ശിവകുമാർ പ്രോത്സാഹിപ്പിക്കും ഈ സമരങ്ങളെയൊക്കെ സിദ്ധരാമയ്യെ വീഴ്ത്താൻ വേണ്ടിയിട്ട്. കാരണം അവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷം ഇപ്പോൾ DK ശിവകുമാറാണ്, BJP അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രക്ഷോഭങ്ങൾ ഒക്കെ എണ്ണയൊഴിച്ച് ആളിക്കത്തിക്കും. രാഹുൽ ഗാന്ധി പണ്ട് ജന്തർ മന്ദറിൽ നടന്ന പ്രക്ഷോഭങ്ങൾ ഓർക്കുന്നുണ്ടോ? ഗുസ്തിക്കാരുടെ പ്രതിഷേധങ്ങൾ, അതിലൊക്കെ കർഷകരുടെ പ്രക്ഷോഭങ്ങൾ ആളിക്കത്തിച്ചതുപോലെ DK ശിവകുമാർ തന്നെ നിങ്ങളുടെ അന്തകനായിട്ട് കർണാടകത്തിൽ ജനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നവരെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് അവിടെ വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തി BJPക്കെതിരെ സമരം നടത്തി അദ്ദേഹമാണ് അധികാരത്തിൽ കൊണ്ടുവന്നത്. അത് മാത്രം കഴിഞ്ഞപ്പോൾ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി. അത് മാത്രമോ? അവരുടെ ഏറ്റവും വലിയ ഫണ്ട് റൈസറായിരുന്നു അദ്ദേഹം. കോടീശ്വരനാണ്, കോടികളാണ് മുടക്കിയത്. അതൊരു കേസിലാണ് കുടുക്കിയത് BJP. അത് സമ്മതിക്കുകയും ചെയ്തു അദ്ദേഹം സത്യസന്ധനായിട്ട്. ഇത് അബദ്ധം പറ്റിയതാണ് എന്ന് തന്നെ സമ്മതിക്കുകയും ചെയ്തു. അല്ലാതെ ഞാനിതൊന്നും ചെയ്തിട്ടില്ല, ഇത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നൊന്നും പറയുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് മറുപടി പറയണം. തൊഴിലുണ്ടാക്കണം. അല്ല സിദ്ധാരാമയ്യ അവിടെ ജാതിക്കാർഡും മതക്കാർഡും കളിച്ചുകൊണ്ടിരിക്കും, വർഗീയ കാർഡും അത് കളിച്ചുകൊണ്ടാണ് ജയിച്ചത്.
അത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി പ്രതികരിക്കാനുള്ളത് രാഹുൽ ഗാന്ധിയാണ് അല്ലേ സാർ? അതെ അതെ, എല്ലാരും കാത്തിരിക്കുകയാണ്. അത് ഒറ്റ വാക്ക് ഇതുവരെ മിണ്ടിയിട്ടില്ല. വോട്ട് ചോരി എന്നും പറഞ്ഞ് ചുമ്മാ കള്ളവും പറഞ്ഞുകൊണ്ട് ആളുകളെ ഹൈഡ്രജൻ ബോംബ് എന്താ ഇവിടെ വയനാട്ടിലും വന്നു. അയാൾ വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ജനങ്ങൾ ഈ നീറുന്ന പ്രശ്നങ്ങളിൽപ്പെട്ട് ഒഴിയുമ്പോൾ അയാൾ മലേഷ്യയിലേക്ക് പോകുന്നു, സുഖവാസ കേന്ദ്രത്തിൽ പോയിട്ട് ഒളിച്ചു താമസിക്കുന്നു. അതുപോലെ കുടുംബസമേതം വയനാട്ടിലേക്ക് വന്ന് അവിടെ ഒളിച്ചു താമസിക്കുന്നു. ജനങ്ങളെ കാണാതെ ഒരൊറ്റ പോക്കും പോകുന്നു. അവിടെ ഫോട്ടോ എടുക്കാൻ ചെന്ന പാവപ്പെട്ട ഷിബു എന്ന് പറയുന്ന ആളിനെ അയാളുടെ ക്യാമറ ഉൾപ്പെടെ തല്ലി പൊട്ടിക്കുന്നു. എന്നിട്ട് പോകുന്ന വഴിക്ക് കാറിലിരുന്നു കൊണ്ടാണ് പറയുന്നത്, ഞാൻ ഇനിയും വേറെ ബോംബ് പൊട്ടിക്കും, ജനങ്ങളെല്ലാം ഇളകി വരും, ഇനിയും ബോംബ് വരാൻ പോകുന്നേ ഉള്ളൂ. മോദിക്കെതിരെയുള്ള ബോംബാണ് ഇനിയും. ഇതുവരെ മോദിക്കെതിരെയുള്ള ബോംബ് പൊട്ടിച്ചില്ല. ഇനി മോദിക്കെതിരെ, മോദിയുടെ കുടുംബം അവർ നടത്തിയ അഴിമതി ഒറിജിനൽ ബോംബായിട്ട് വരുമോ? ചിലപ്പോൾ ഒറിജിനൽ ബോംബുമായിട്ട്, ചിലപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ PSC ലിസ്റ്റിലാണ്, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഇനി വരാൻ പോകുന്നത്. എൻ്റെ ഭഗവാനെ, അവിടെ ഹുമയൂൺ കുടീരത്തിലോ അല്ലെങ്കിൽ കയറി വന്നിട്ട് ജന്തർ മന്ദറിലോ അല്ലെങ്കിൽ കുത്തബ് മിനാർ അതിൻ്റെ മുകളിൽ കയറി എന്നിട്ട് എനിക്ക് പ്രധാനമന്ത്രി ഞാൻ ഇപ്പം താഴോട്ട് ചാടും. ദൈവമേ, വലഞ്ഞു പോയില്ലേ ജനങ്ങൾ? ലോകം മുഴുവൻ ക്യാമറയിൽ ഒപ്പിയെടുത്ത് ലോകം മുഴുവൻ ആകുമല്ലേ? ഇനിയിപ്പോൾ ആ ഒരു പതനത്തിലേക്ക് പോകാനുള്ള അവസരം കാണുന്നുള്ളൂ. എന്നാൽ എനിക്ക് തോന്നുന്നത് ജൻസി തിരിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നേപ്പാളിലെ പോലൊരു പ്രക്ഷോഭം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ജയറാം രമേശും അതുപോലെ തന്നെ KC വേണുഗോപാലും പവൻ ബുദ്ധിയുള്ള ആളാണ്. അവരും എല്ലാം കൂടെ ബുദ്ധി പറഞ്ഞു കൊടുത്ത് രാജകുമാരനെ വിട്ടു. ഇപ്പോഴും കിരീടാവകാശിക്ക് ക്രൗൺ കിട്ടിയിട്ടില്ല, സിംഹാസനം കിട്ടിയിട്ടില്ല. അദ്ദേഹം നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്ന് മാത്രമല്ല, അവർക്ക് കരതലാമലകം പോലെ കിട്ടിയ വർഗീയ കാർഡ് കളിച്ച് കിട്ടിയ കർണാടകത്തിലെ മുഖ്യമന്ത്രിയുടെ സിംഹാസനം പോലും ഇപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു പരുവത്തിലേക്ക് ജനവികാരം ഉയർന്നിരിക്കുകയാണ്. കർണാടകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം, ഏറ്റവും വിദേശ രാജ്യങ്ങൾ നിക്ഷേപം നടത്തിയ സ്ഥലത്ത് പോലും കർണാടകത്തിലെ സ്വന്തം പൗരന്മാരുടെ ഭാവി അവർ നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്. കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ വന്ന ഒരുപാട് പേർക്ക് ചേക്കേറാൻ അവസരം കൊടുക്കും. പക്ഷെ സ്വന്തം ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ അവർക്ക് കഴിയില്ലെന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പരാജയം തന്നെയാണ്. ഈ മറാത്ത പോലെയാണ്. അവിടെ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന സിനിമാ നടന്മാർ കോടീശ്വരന്മാരായിട്ട് ഫ്ലാറ്റ് വെച്ച് താമസിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോയി ഓരോ തൊഴിലേർപ്പെടുന്നു, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു, വലിയ പണം ഉണ്ടാകും. പക്ഷെ മറാത്തികളുടെ കാര്യം പരമദയനീയമാണ്. അതിനെതിരെയാണ് ജരാംഗ അവിടെ പ്രക്ഷോഭമൊക്കെ നടത്തി കുറേ സംവരണം ഒരു ഒത്തുതീർപ്പായിട്ടുണ്ട്. പക്ഷേ ഈ സംവരണമെന്ന് പറയുന്നത് തങ്ങളുടെ OBCകളുടെ കോട്ടയിൽ നിന്ന് കൊടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. അവർ വേറെ പ്രക്ഷോഭം ഉണ്ടാകും. അപ്പോൾ ഇത് ഭരണഘടന പറയുന്ന 50% അപ്പുറം നിന്ന് കണ്ടെത്തേണ്ടി വരും. അതിനെന്ത് വേണ്ടി വരും? ഭരണഘടനാ ഭേദഗതി തന്നെ വേണ്ടി വരും. ആ ഒരു പരുവത്തിൽ നമ്മൾ കാണുന്ന മുംബൈ അല്ല, ഈ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടില്ല സാർ, ഒരു പരിധി കഴിഞ്ഞ് ഈ സംവരണത്തിന്റെ ആവശ്യമില്ല. അയ്യോ, പരിധിയല്ലല്ലോ, 10 വർഷത്തേക്ക് സംവരണം എന്നുള്ളതാണ് പറഞ്ഞത്. അവരുടെ ഈ തൊട്ടുകൂടായ്മയും തീട്ടുകൂടായ്മയും ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ സമയമൊക്കെ എന്നെ കഴിഞ്ഞു പോയി. പിന്നെയും ഇത് വെച്ചുകൊണ്ടിരിക്കുക. ചില ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോൾ ആ സംവരണം ആവശ്യമില്ല, ശരി, അവർ അത് കൈപ്പറ്റുന്നു. അത് വേണ്ടത് അതിനെ ക്രീമി ലെയറിനെ എടുത്ത് മാറ്റുക. ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു കുടുംബത്തിൽ നിന്ന് സർക്കാരിന് തൊഴിലുണ്ടെങ്കിൽ പിന്നെ അവരുടെ അടുത്ത തലമുറയ്ക്കും അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. കിട്ടാത്തവർക്ക് ഒരിക്കലും തൊഴിൽ കിട്ടുന്നില്ല. ഒരവസ്ഥ ഇതാ തിരുവനന്തപുരത്തുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഹോട്ടലിൽ പോയിട്ട് വന്നിട്ടൊരു പാവപ്പെട്ട പയ്യൻ, എനിക്ക് സമുദായമൊന്നും അറിയില്ല, കഷ്ടമുണ്ട്. ഞാൻ ചോദിച്ചു, നീ എത്രാം, നല്ല സുന്ദരനായ ഒരു പയ്യൻ, പ്രവീൺ, നിങ്ങൾ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? അവൻ ഈ ഹോട്ടലിൽ വന്നിട്ട് എന്താ ചെയ്യുന്നത്? കൗണ്ടറിലിരിക്കുന്ന കുട്ടികൾ വേണം ഇപ്പോൾ ജോലികളൊക്കെ ഏറെക്കുറെ ചെയ്യാൻ, തുടയ്ക്കുന്നതും അടിച്ചു വാരുന്നതും തുടച്ച് നീക്കുന്നതും എല്ലാം അവരാ ചെയ്യേണ്ടത്. അതിനെ സഹായിക്കാനായിട്ട് ഈ പയ്യൻ വന്നിരിക്കുക. വളരെ തുച്ഛമായ തുകയെ കിട്ടുന്നത്. എനിക്ക് സങ്കടം വന്നിട്ട് ഈ ചെറുപ്പക്കാരനായ പയ്യൻ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, നീ എത്രാം ക്ലാസ് വരെ പഠിച്ചു? 4ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ എന്താ പഠിക്കാൻ? വീട്ടിൽ അതിനുള്ള സ്ഥിതിയില്ല. ചങ്ക് പൊട്ടുന്ന വർത്തമാനമാണ് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല വിഭാഗം ആൾക്കാരുണ്ട്. അവരുടെ എണ്ണം പ്രായേണ കുറവാണ് കേരളം. അതുകൊണ്ടാണ് കേരളം സ്വസ്ഥമായിട്ടിരിക്കുന്നത്. അവരുടെ എണ്ണം കൂടുതലാണ് കർണാടകത്തിൽ അത് വളരെ കൂടുതലാണ്. നമ്മുടെ ചങ്ക് പൊട്ടിപ്പിക്കുന്ന ആ യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാണ് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. അവർക്കെല്ലാം തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തെ വികസിത കേരളമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള യജ്ഞം ഇവിടെ നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം.
അതുപോലെ തന്നെ 2047 ഭാരതത്തെ വികസിത ഭാരതമാക്കി മോദി മാറ്റാൻ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അമേരിക്കയിലൊന്നും അവരുടെ കോൺസുലേറ്റിന് മുമ്പിൽ വലിയ ക്യൂ ആയിട്ട് വളഞ്ഞിങ്ങനെ നിന്ന് അവരുടെ H1B വീസയൊന്നും എടുത്തുകൊണ്ട് അവിടേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് കേരളത്തിൽ തന്നെ യൂറോപ്യന്മാരും അമേരിക്കക്കാരും തൊഴിൽ ചെയ്യുന്ന ഒരു കാലം വരും. മോദിയുടെ ദീർഘവീക്ഷണമാണ്. പക്ഷെ താൽക്കാലികമായിട്ട് പല സംസ്ഥാനങ്ങളിലും വളരെ മോശമാണ് തൊഴിൽ കൊടുക്കുന്നത്. ബംഗാൾ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മമതാ ബാനർജി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഒറ്റ ബംഗാളിയും കേരളത്തിൽ നിന്ന് പോയിട്ടില്ല. ഈ പറയുന്ന ഡീമീനിങ് ആയിട്ടുള്ള ഡിഗ്നിറ്റി ഓഫ് ലൈഫ് ഉറപ്പു തരാത്ത തൊഴിലുകൾ ചെയ്തിവിടെ കേരളത്തിൽ ജീവിക്കുകയാണ് ബംഗാളികൾ. മമത അവിടെ കടന്ന് പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും എല്ലാ പ്രീണനം നടക്കുന്ന സംസ്ഥാനങ്ങൾ, മതപ്രീണനം നടത്തുന്ന സംസ്ഥാനങ്ങളുടെയും സ്ഥിതി ഇതാണ്. ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന സംസ്ഥാനങ്ങൾ അതിനുവേണ്ടി അവരുടെ എനർജിയും ധനവും വിനിയോഗിക്കുന്നു. ഫലമായിട്ട് ഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് തൊഴിലില്ലാതെ നരകിക്കേണ്ടി വരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.